റസൂലുള്ളാഹ്. അത് കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, നമ്മളും ചൊല്ലി നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അല്ലാഹ് ഓർമ്മ വന്നാൽ ഹൃദയം ശാന്താവും. നമ്മൾ ചൊല്ലി നോക്കിയാൽ നമുക്ക് തന്നെ ഫീൽ ചെയ്ത് ഒന്ന് നേരങ്ങത്ത് ചൊല്ലി നോക്കിയാൽ മതി. ഒന്ന് ചൊല്ലി നോക്കാം നമ്മള്. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. നമ്മൾ ചൊല്ലിയാലും ഫീൽ ചെയ്യത്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അല്ലാഹുവിനെ ഓർത്താൽ 24 മണിക്കൂറും അല്ലാഹുവിനെ ആലോചിച്ചുകൊണ്ട് കരയുന്ന ജീവിയാണ് പ്രാവ്. 24 മണിക്കൂറും അല്ലാഹുവിനെ ആലോചിച്ചുകൊണ്ട് കരയുന്ന ജീവിയാകുന്നു പ്രാവ്. ഫുൾ ടൈം കരച്ചിലാണ് പ്രാവിന്. ഫുൾ ടൈം കരച്ചിലാണ്. പ്രാവ് പറയുന്നത് അല്ലാഹുവിനെ കുറിച്ച് മാത്രമാണ്. മനുഷ്യന് മാത്രമാണ് അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്ത ഇല്ലാത്തത്. മരങ്ങൾ 24 മണിക്കൂറും തസ്ബീഹിലാണ്. ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരു മരം മുറിക്കുന്ന മനുഷ്യൻ 12 മണിക്കൂറിൽ കൂടുതൽ തസ്ബീഹ് ചൊല്ലണം. കാരണം മരം 24 മണിക്കൂറും തസ്ബീഹ് ചൊല്ലുന്ന ജീവിയാണ്. മനുഷ്യനോട് 24 മണിക്കൂർ ചെല്ലാൻ പറഞ്ഞിട്ടില്ല. അദ്കുറുല്ലാഹ കസീറൻ ലഅല്ലക്കും തുഫ്ലിഹൂന. കസീർ എന്ന് പറഞ്ഞാൽ 50% കൂടുതൽ, അഥവാ 12 മണിക്കൂറിൽ കൂടുതൽ. മനുഷ്യന്മാരോട് 12 മണിക്കൂറിൽ കൂടുതലേ ചെല്ലാൻ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് 12 മണിക്കൂറിൽ കൂടുതൽ തസ്ബീഹ് ചെല്ലുന്നവന് മാത്രമേ കോഴിയെ അറുക്കാൻ അവകാശമുള്ളൂ എന്ന് ഇമാം ഷഹറാനി. കാരണം കോഴി 24 മണിക്കൂറും അള്ളാഹുവിന് തസ്ബീഹ് ചെല്ലുന്ന ജീവിയാകുന്നു. ഒരു കോഴിയുടെ പ്രത്യേകത പോലും ഇല്ലാത്തവരായി ചിലപ്പോൾ നമ്മൾ മാറുകയാണ്. കോഴി പോയിട്ട് മരം പോയിട്ട് ഒരു അലക്കുകല്ലിൻ്റെ പ്രത്യേകത പോലും ചിലപ്പോൾ നമുക്ക് നഷ്ടപ്പെടും. തിരുമ്പണ കല്ലിൻ്റെ പ്രത്യേകത എന്താ? തിരുമ്പണ കല്ലിൻ്റെ പ്രത്യേകത എല്ലാ മനുഷ്യരുടെയും ഐബുകളെ തിരുമ്പണ കല്ല് മറച്ചു വെക്കുന്നു, ഇല്ലാതെയാക്കുന്നു. മനുഷ്യന്മാരെ ഐബൊക്കെ കൊണ്ടുപോയിട്ട് കല്ലുമ്മ കൊണ്ടുപോയിട്ട് തിരുമ്പുകയാണ്. മൂപ്പരത് ഇല്ലാതെയാക്കിക്കളാണ്. എന്നാൽ ഇൻഫർമേഷൻ ടെക്നോളജി പോലും ആളുകളുടെ ഐബുകൾ കണ്ടെത്താൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന തിരക്കിലാണ് നമ്മൾ. കമ്പ്യൂട്ടറും ഇൻ്റർനെറ്റൊക്കെ ആൾക്കാരുടെ ഐബ് കണ്ടെത്താൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന തിരക്കിലാണ് നമ്മളുള്ളത്. ഒരു പാറൻ്റെ, ഒരു തിരുമ്പണ കല്ലിൻ്റെ പ്രത്യേകത പോലും ഇല്ലാതെ ചിലപ്പോൾ നമ്മൾ ജീവിക്കുന്നവരായി മാറുകയാണ്. നമ്മളൊരു തിരിച്ചുപോക്ക് അനിവാര്യമാണ് അള്ളാഹുവിങ്കലേക്ക്. ഇദാ ദക്കറല്ലാഹ ഖലസ. ഒരാൾക്ക് അള്ളാഹുവിനെ ഓർമ്മ വന്നാൽ അവൻ രക്ഷപ്പെടും. ആ ഓർമ്മ അങ്ങോട്ട് വരാത്തതാണ് നമ്മളെ പ്രശ്നം. ഓർമ്മ അങ്ങോട്ട് വരുന്നില്ല, എങ്ങനെയാലും വരുന്നില്ല. അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഓർമ്മയുള്ളത് കുട്ടികൾക്കാണ്. ഒരു ഉമ്മ കുട്ടിക്ക് മുല കൊടുത്തുകൊണ്ടിരിക്കെ അള്ളാഹു അല്ലാത്തവരെ കുറിച്ചുള്ള ആലോചനയിലേക്ക് പോയാൽ കുട്ടി മുല കുടിക്കാൻ വിസമ്മതിക്കുമെന്നാണ്. 2 വയസ്സ് വരെ കുടിച്ച മുലപ്പാലിൻ്റെ ഗുണം 85-ാം വയസ്സിലും നീണ്ടു നിൽക്കുന്നതിൻ്റെ കാരണം ഒരു കുട്ടി മുല കുടിക്കുമ്പോൾ അൽഹംദുലില്ലാ എന്ന അവസ്ഥയിലായിരിക്കുമെന്ന് ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം സുൽത്താൻ മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മനുഷ്യൻ്റെ മനസ്സുകൾ നന്നായി തീരലാണ് സ്വർഗത്തിലേക്കുള്ള വഴി. മുഅ്മിനീങ്ങൾ ഏറ്റവും വലിയ മാതൃകാ പുരുഷന്മാരായി മാറണം. ഇസ്ലാമിൻ്റെ മാതൃക നമ്മളിൽ കാണണം. പഴയ കാലത്തൊക്കെ ആളുകൾ പറയും, നമ്മളൊക്കെ പ്രായമായ ആൾക്കാർ പറയാറുണ്ട്, ഒരുപാട് ആൾക്കാർ കട്ടിലുമ കടന്നിട്ട് ഇങ്ങനെ കെലിമ ചൊല്ലി മരിക്കണത് കണ്ടത്. പ്രായമായ ആൾക്കാർക്കൊക്കെ അറിയും. കുറേ ആൾക്കാരെ കണ്ടിട്ടുണ്ടാവും കട്ടിലുമ ഇങ്ങനെ കടന്നിട്ട് കെലിമ ചൊല്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കണത്. 40 വയസ്സായി എനിക്ക്. ഈ കാലത്തിനിടയിൽ ഒരുപാട് മനുഷ്യന്മാർ മരിക്കണേ ഞാൻ കണ്ടിട്ടുണ്ട്. എത്ര ആളുകൾ കലിമ ചൊല്ലി മരിച്ചു എന്ന കാര്യം പ്രശ്നമാണ്. എന്തേ സംഗതി? നിസ്കരിക്കായിട്ടാ? പള്ളിയൊക്കെയും നിറയെ ആളുകളുണ്ട്. ഈമാൻ തൊണ്ടെന്ന് താഴത്തേക്കാണ് പോണില്ല. ഇദാ ദക്കറല്ലാഹ ഖലസ.
അല്ലാഹ് എന്ന ഓർമ്മ വന്നവൻ രക്ഷപ്പെടും. ഒന്ന് കരയാനെങ്കിലും കഴിയണ്ടേ നമുക്ക് അല്ലാഹുവിനെ ആലോചിച്ച്. ലാ യലിജുന്നാറ റജുലുൻ ബകാ മിൻ ഖശ്യത്തില്ലാഹ്. ലാ യലിജുന്നാറ നരകത്തിൽ പ്രവേശിക്കുകയില്ല. റജുലുൻ ഒരു മനുഷ്യൻ, ബകാ മിൻ ഖശ്യത്തില്ലാഹ് അല്ലാഹുവിനെ ആലോചിച്ചുകൊണ്ട് കരഞ്ഞ ഒരു മനുഷ്യൻ നരകത്തിൽ കടക്കുകയില്ല. ഏതുവരെ എന്ന് നബി തങ്ങൾ പറഞ്ഞു, അകിടിൽ നിന്നും പുറത്തേക്ക് പോന്ന പാല് അകിടിലേക്ക് തിരിച്ചു പോകാത്ത കാലത്തോളം. അകിടിൽ നിന്ന് പോന്ന പാല് അകിടിലേക്ക് തിരിച്ചു പോകാത്ത കാലത്തോളം അള്ളാഹുവിനെ ആലോചിച്ചുകൊണ്ട് കണ്ണുനീരൊഴുക്കിയവൻ നരകത്തിൽ പ്രവേശിക്കുകയില്ലെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടതാണ് നരകം. നരകം ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടതാണ്. മനുഷ്യന്റെ സങ്കല്പത്തിനപ്പുറമാണ് നരകത്തിന്റെ അവസ്ഥ. നമുക്കൊരിക്കലും നരകത്തെ സങ്കല്പിക്കാൻ കഴിയില്ല. നരകത്തെക്കുറിച്ച് ഖുർആനിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മുടെ അറിവിന്റെ പരിധിയിൽ വെച്ചുകൊണ്ട് അങ്ങനെ പറഞ്ഞതാണ്. നരകം യഥാർത്ഥത്തിൽ അതിനും എത്രയോ മുകളിലാണ്. നരകത്തിലെ ഒരു തീപ്പൊരി കൊട്ടാരം പോലെ ഉണ്ടാകുന്ന കോട്ടകൾ പോലത്തെ തീപ്പൊരികളാണ് നരകത്തിൽ നിന്നുയരുന്നത്. നരകവാസിയുടെ ജീവിതം സങ്കല്പത്തിനപ്പുറമാണ്. നരകാവകാശികളുടെ കണ്ണുകൾ തീക്കോളങ്ങളാണ്. നരകാവകാശിക്ക് കണ്ണിന് കാഴ്ചയില്ല. നരകാവകാശിക്ക് ചെവിക്ക് കേൾവിയില്ല. വഹും ഫീഹാ കാലിഹൂൻ. നരകാവകാശികൾ നരകത്തിൽ പല്ലിളിക്കുന്നവരാണെന്ന് പറഞ്ഞതിൻ്റെ തഫ്സീറിൽ കാണാം. നരകത്തിൽ കിടക്കുന്ന മനുഷ്യൻ പല്ലിളിച്ചിട്ട് മുകളിലെ ചുണ്ട് മൂർധാവ് വരെയും താഴെ ചുണ്ട് പൊക്കിൽ വരെയും നീണ്ടുപോകുന്നതാണ്. മുകളത്തെ ചുണ്ട് മൂർധാവ് വരെയും താഴെ ചുണ്ട് പൊക്കിൽ വരെയും നീണ്ടുപോകും. നമുക്കൊരിക്കലും പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയാത്ത ഓരോ സെക്കൻഡിലും പുതിയ പുതിയ അദാബുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു മഴ പെയ്തെങ്കിൽ എന്നാഗ്രഹിച്ചുകൊണ്ട് നരകാവകാശി കരയുന്ന സമയം 1000 കൊല്ലമാണ്. 1000 വർഷം കഴിയുമ്പോൾ ഒരു കാർമേഘം ഉയർന്നു വരുന്നു. മഴ പെയ്യുമെന്നവൻ പ്രതീക്ഷിക്കും. ഉയർന്നു വന്ന കാർമേഘത്തിൽ നിന്ന് കുത്തിച്ചൊരിയുന്നത് ഒട്ടകത്തോളം വലിപ്പമുള്ള തേളുകളായിരിക്കുമെന്നാണ്. ഒരു തേള് ഒരു പ്രാവശ്യം കടിച്ചാൽ അതിൻ്റെ വേദന 1000 വർഷം നീണ്ടു നിൽക്കുന്നതാണ്. ഒരിറക്ക് വെള്ളത്തിന് വേണ്ടി, ഒരൽപ്പം ഭക്ഷണത്തിന് വേണ്ടി നരകവാസി കരയുന്നത് 40,000 കൊല്ലമാണ്. മാലിക് എന്ന നരകം കാക്കുന്ന മലക്കിനെ വിളിച്ചിട്ട് കരയും, മാലിക്കേ ഒരൽപ്പം ഭക്ഷണം. ലൈസ ലഹും താമുൻ ഇല്ലാ മിൻ ലരീ എന്ന മുള്ളിന്റെ വൃക്ഷം കൊണ്ട് തയ്യാർ ചെയ്ത ഭക്ഷണമല്ലാതെ അവർക്ക് വേറൊന്നുമില്ല. വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് ആ ഭക്ഷണം കഴിക്കും. തൊണ്ടയിൽ കെട്ടിയ ഭക്ഷണവുമായി ഒരിറക്ക് വെള്ളത്തിന് വേണ്ടി 40,000 കൊല്ലം നിലവിളിക്കും നരകാവകാശി. 40,000 കൊല്ലം കഴിയുമ്പോ അവന് വെള്ളം കൊടുക്കുന്നത് വായയിലേക്കല്ല, യുസബ്ബു മിൻ ഫൗഖി റൂസിഹിമുൽ ഹമീം. ഹമീം എന്ന ലോഹങ്ങൾ ഒരുക്കി തയ്യാർ ചെയ്ത ചുട്ടുപഴുത്ത വെള്ളം അവരുടെ തലക്കു മുകളിൽ ഒഴിച്ചു കൊടുക്കും. യഗ്ലി മിൻഹുമാ ബുത്തൂനുഹു, അവരുടെ വയറ്റിലുള്ളത് മുഴുവൻ ഉരുകി പുറത്തേക്കൊലിക്കും. അദാബിനുമേൽ അദാബാണ് നരകം. അദാബിനുമേൽ അദാബാണ്. നരകത്തിന് 8-7 തട്ടുകളാണ്. ഏറ്റവും മുകളിലാണ് ജഹന്നം എന്ന് പറയുന്ന നരകം. അത് മുഅ്മിനീങ്ങളിൽ നിന്നുള്ള ഫാസിഖീങ്ങൾക്കുള്ളതാണ്. കുറേ കാലത്തെ ശിക്ഷയ്ക്ക് ശേഷം അവർ നരകമോചിതരായാൽ ജഹന്നം കാലിയാകും. പിന്നെ 6 നിലകളിലാണ് മനുഷ്യന്മാരുണ്ടാകുക. 6 നിലകളിലാണ് മനുഷ്യ. ഏറ്റവും അടിയത്തെ തട്ട് മുനാഫിഖിനുള്ളതാണ്. ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ. ഓന് തന്നെയാണ് നിസ്കാരം ഭാരമാകുന്നതും. മുനാഫിഖിന് തന്നെയാണ് നിസ്കാരം ഭാരമാകുന്നതും. അപ്പൊ നിസ്കാരം ഭാരമാകുന്നവൻ മുനാഫിഖ്. മുനാഫിഖ് നരകത്തിലെ ഏറ്റവും അടിയത്തെ തട്ടിലെ.
മുഅ്മിനീങ്ങളിൽ നിന്ന് വിശ്വസിച്ച ആളുകളിൽ നിന്ന് ദോഷികൾ നരകത്തിന്റെ ഏറ്റവും മേലത്തെ തട്ടിലേക്ക്. ഈ പറഞ്ഞതെല്ലാം നമ്മുടെ അറിവിന്റെ പരിധിയിൽ നിന്നുകൊണ്ടാണ്. നരകം അതിനും എത്രയോ മുകളിലാണ്. ഇതിന്റെ നേരെ എതിരിൽ സ്വർഗം. അള്ളാഹുവിന്റെ നിഅമത്തുകളെ കൊണ്ട് നിറക്കപ്പെട്ട ഭവനമാണ് സ്വർഗം. നരകത്തിൽ നിന്നൊഴിവാകാനും സ്വർഗത്തിൽ പ്രവേശിക്കാനും ഒരാഗ്രഹമെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് നമുക്ക് വേണം. ആഗ്രഹിച്ചത് മനുഷ്യൻ നേടുമെന്നാണ് ആഗ്രഹിച്ച് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ സ്വർഗം ചോദിക്കുകയാണെങ്കിൽ ഫിർദൗസ് ചോദിക്കണേ എന്ന്. കാരണം ഫിർദൗസ് സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായ സ്ഥലമാണ്. അവിടെയാണ് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ളത്. ഫിർദൗസിന്റെ മലയാളമാണ് പറുദീസ, ഫിർദൗസിന്റെ ഇംഗ്ലീഷാണ് പാരഡൈസ്. അത് നമ്മൾ ബാറിനാണ് പേരിട്ട്. അത്രയും വലിയ ദുഷ്ടന്മാരാണ് യഥാർത്ഥത്തിൽ നമ്മൾ. സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായ സ്ഥലം പാരഡൈസ് നമ്മൾ കൊണ്ടിട്ടിട്ട പേര് ബാറിനാണ്. ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ സാധനങ്ങളെയും നമ്മൾ നിലവിൽ ഇൻസൾട്ട് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇൻസൾട്ട് എന്ന് പറയുന്നത് ശൈത്താനിയത്താണ്. ശൈത്താനാണ് ലോക ചരിത്രത്തിൽ ആദ്യമായി ഇൻസൾട്ട് ചെയ്തത് എന്ന് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. സ്വർഗം മനുഷ്യന്റെ സങ്കല്പത്തിനപ്പുറം, എല്ലാ നിയമത്തും ഒന്നും കുറവില്ല. മനുഷ്യൻ ആഗ്രഹിക്കുന്നതെല്ലാം ചിരിക്കുന്ന മുഖങ്ങൾ. ആഴ്ചയിലൊരിക്കൽ സ്വർഗാവകാശികൾ ഒരു ചന്തയിലേക്ക്, അങ്ങാടിയിലേക്ക് പോകുമെന്നാണ്. പുതിയ മനുഷ്യന്മാരായിട്ടും തിരിച്ചു വീട്ടിലേക്ക് വരും. നിയമത്തുകളെ കൊണ്ട് നിറക്കപ്പെട്ടതാണ് സ്വർഗം. സ്വർഗം ഇങ്ങനെ നമ്മളെ മനസ്സിൽ സങ്കല്പിച്ച് അത് ഉറക്കത്തിൽ കാണുന്ന അവസ്ഥയിലേക്ക് വരണം. സ്വർഗം ഉറക്കത്തിൽ കാണുന്ന അവസ്ഥയിലേക്ക് ഒരു മനുഷ്യനെത്തണം. ആഗ്രഹിച്ച എന്ത് ശക്തമായ ആഗ്രഹം എന്തിനുണ്ടായാലും അതവൻ ഉറക്കത്തിൽ കാണും. നമ്മൾ യഥാർത്ഥത്തിൽ സ്വർഗത്തെ ആഗ്രഹിക്കണില്ല, നമ്മൾ പറയണ മാത്രമേ ഉള്ളൂ. ആഗ്രഹിച്ചാൽ അവൻ ഉറക്കത്തിൽ കാണും. ഹജ്ജിന്റെ രാവിൽ ഞാൻ കഅബം കിനാവ് കണ്ട്, ഷജറത്ത് പൂത്ത സുബർഗത്തിൻ വാതിൽ കണ്ട്, ജന്നാത്തുൽ ഫിർദൗസിൽ ചേരാൻ എനിക്ക് മോഹം, ഹൗലുൽ കൗസർ കുടിക്കാൻ എനിക്കു ദാഹം, മുത്ത് റസൂൽ തങ്കത്തേരിൽ വരുന്നതു കണ്ട്, മുത്താറ്റൽ ഹൂറികൾ ആടി രസിക്കണ് കണ്ട്, സ്വർണ്ണ കിളികൾ പാറി പറക്കണ് കണ്ട്, സ്വർണ്ണ പല്ലക്കിൽ സുലൈഖ ബീവിയെ കണ്ട്, ജന്നാത്തുൽ ഫിർദൗസിൽ ചേരാൻ എനിക്ക് മോഹം, ഹൗലുൽ കൗസർ കുടിക്കാൻ എനിക്കു ദാഹം. മനുഷ്യന്റെ സ്വപ്നങ്ങൾ സ്വർഗമായി വരണം. ആഗ്രഹം കൂടുമ്പോഴാണ് സ്വപ്നത്തിൽ കാണാം. നമ്മൾ എന്തൊക്കെ സ്വപ്നങ്ങൾ കാണുന്നു, ഒരിക്കലെങ്കിലും നമുക്കൊന്ന് സ്വർഗം സ്വപ്നത്തിൽ കാണാൻ കഴിയണ്ടേ? സ്വപ്നമായി ഒരു മനുഷ്യൻ ഒരു വിഷയം മാറുകയാണെങ്കിൽ അവനതെന്തായാലും നേടും. ആഗ്രഹം ശക്തമായാൽ നേടിയിരിക്കും. സ്വർഗം എല്ലാവർക്കും കിട്ടാനുള്ളതാണ്. അതിനാവശ്യമായ വിഭവങ്ങളുമായി ഇവിടെ നിന്ന് യാത്ര ചെയ്യാൻ നമുക്ക് കഴിയണം. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗത്തിന്റെ വർണ്ണനകൾ ഇങ്ങനെ പറഞ്ഞു സഹാബത്ത് അതിൽ ആകൃഷ്ടരായി. മനുഷ്യൻ ജീവിതത്തിൽ ഏറ്റവും ഭയപ്പെടേണ്ടത് നരകത്തെയും ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കേണ്ടത് സ്വർഗത്തെയുമാണ്. സ്വർഗം കിട്ടാന് ചിലപ്പോൾ ഒരു പെട്ടിക്കട മതിയാവും, ചെറിയൊരു പെട്ടിക്കട. അത്താജുറു സദൂഖുൽ അമീനു മഅൻ നബിയീന വസ്സുദ്ദീഖീന ഹബീബുനാ റസൂലുള്ളാഹി. വിശ്വസ്തനായ കച്ചവടക്കാരൻ അമ്പിയാക്കളോടും സുദ്ദീഖീങ്ങളോടും ഒപ്പമായിരിക്കുമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗം കിട്ടാന് മര്യാദക്കാണെങ്കിൽ ഒരു പെട്ടിപ്പീടിയ മതിയാവും. വിഭവങ്ങളില്ലാതെ അങ്ങോട്ട് ചെന്നാൽ പുണ്യനബി പറഞ്ഞതുപോലെ മീസാനിന്റെ അവിടെ കൈകാലുകൾ വിറക്കും. നന്മയുടെ മുൻതൂക്കമാകാന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കരുതിയത് നന്മയും തിന്മയും എഴുതിയ ഏടിന്റെ കെട്ടിങ്ങനെ കൊടുങ്ങാണ്ട് മീസാൻ തുലാസിൽ വെച്ചിട്ട് അത് തൂക്കിയിട്ട് കടലാസും കെട്ട് ഭാരം കൂടുതലുണ്ടെങ്കിൽ സ്വർഗത്തുക്കും ഭാരം കുറവാണെങ്കിൽ നരകത്തുക്കും നമ്മൾ ഹിസാബിനെ പറ്റി കണക്കാക്കിയത്.
അല്ല. ഹിസാബ് എന്ന് പറഞ്ഞാൽ ഓരോ മനുഷ്യനെയും ബോധ്യപ്പെടുത്തുകയാണ്. ഒരു മനുഷ്യന്റെ കൽബ് പറയും എനിക്ക് തന്നെ കിട്ടേണ്ടത്, അതാണ് ഹിസാബ്. അണുവിന്റെ അത്ര നന്മയുണ്ടെങ്കിൽ അത് അവന് കാണിച്ചു കൊടുക്കും. യറഹു എന്നാണ്, അത് ബോധ്യപ്പെടുത്തും. എന്നിട്ട് അവന്റെ മനസ്സ് അവനോട് പറയും ഇങ്ങനെയൊക്കെയാണെങ്കിൽ എനിക്കിത് കിട്ടേണ്ടത് തന്നെയാണ്. ഒരു ഭാഗം നരകത്തിലേക്കും ഒരു ഭാഗം സ്വർഗത്തിലേക്കും. നരകാവകാശികളിൽ ഒരിക്കലും നമ്മൾ പെടരുത്, സ്വർഗാവകാശികളിൽ പെടണം. അത് നമ്മുടെ ഏറ്റവും വലിയ അടങ്ങാത്ത ആഗ്രഹമാണ്. അതിൽ താഴെ ഒന്നുമില്ല. അത് കിട്ടാൻ എന്തൊക്കെ വിഭവങ്ങൾ വേണോ? ഏറ്റവും പ്രധാനമായത് മനുഷ്യന്റെ ആഗ്രഹം ശക്തമാവുക എന്നത് തന്നെയാണ്. ആഗ്രഹം ശക്തമാവുക എന്നത് തന്നെയാണ്. എങ്കിൽ നമുക്ക് വാങ്ങാൻ കഴിയും. മണിയില്ല റബ്ബേ വാങ്ങുവാനാ വീട്, കൊതിയുണ്ട് വല്ലാതെപ്പോഴും അതിനോട്. അതിലേക്ക് നീയൊരു പാസ് താഹന്നാനേ, അത് നിന്റെ പക്കൽ മാത്രമാതയ്യാനെ. സൗജന്യമായി നീ ഇത് കബൂൽ ചെയ്യണമേ, ഇത് സാലിഹാത്തിൽ സയ്യിദി ചേർക്കണമേ. ഗുണം ചെയ്യണേ നബിക്കെപ്പോഴും നീ കോനേ, അസ്ഹാബിനും പിന്നാലിനും റഹ്മാനേ.